ഹലോ, നമസ്കാരം. ജനങ്ങൾ നിത്യേന വാങ്ങുന്ന സാധനങ്ങൾക്ക് ഇന്ത്യയിൽ ഏറ്റവും അധികം വില വർദ്ധിക്കുന്ന സംസ്ഥാനമെന്ന ദുഷ്പേര് കേരളത്തിന്റെ തലയിൽ നിന്നൊഴിഞ്ഞു എന്നറിഞ്ഞ ദിവസമാണിന്ന്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. 2025 ജനുവരി മുതൽ ഡിസംബർ വരെ തുടർച്ചയായി 12 മാസമാണ് കേരളം ഇന്ത്യയിൽ വിലക്കയറ്റത്തോത് ഏറ്റവും ഉയരത്തിലുള്ള സംസ്ഥാനമെന്ന മോശം പ്രതിച്ഛായ പേറിയത്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ 9.49% കേരളത്തിലെ പണപ്പെരുപ്പം. പുതിയ സീരീസ് പ്രകാരം കഴിഞ്ഞ മാസത്തെ പണപ്പെരുപ്പം 3.67%. 4.92% ചില്ലറ വിലക്കയറ്റത്തോതുമായി തെലങ്കാനയാണ് കേരളത്തെ മറികടന്ന് ജനുവരിയിൽ ഒന്നാമതായത്. കേന്ദ്ര സർക്കാർ റീറ്റെയിൽ പണപ്പെരുപ്പം കണക്കാക്കുന്നതിന്റെ അടിസ്ഥാന വർഷം, അതായത് ബേസ് ഇയർ, 2012 നിന്ന് 2024 ആക്കിയ ശേഷം പുറത്തുവന്ന ആദ്യ റിപ്പോർട്ടാണിത്. ഇനി ഈ പണപ്പെരുപ്പമുള്ള 1% താഴെയുള്ള അസം, മിസോറാം, മണിപ്പൂർ എന്നീ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് വിലക്കയറ്റത്തോത് ഏറ്റവും കുറവുള്ളത്. ഈ വിവരത്തോടെ പൊതുജനം കഴുതയല്ല സാറിന്റെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാർ. മറ്റൊരു വിശേഷത്തിലേക്കാണ്. അത് ഇപ്പോൾ വരുന്ന ഒരു വാർത്തയാണ്. കാത്തിരിപ്പിനൊടുവിൽ മലയാളി താരം സഞ്ജു സാംസണ് ലോകകപ്പ് അരങ്ങേറ്റം. നമീബിയക്കെതിരായ ഇന്ത്യൻ ടീമിൽ സഞ്ജു ഇടം പിടിച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു ഇതിന്റെ വിവരങ്ങളുമായി. അനിൽ വാസുദേവ്, സഞ്ജു സാംസൺ ഇപ്പോൾ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. നമീബിയക്കെതിരാണ് മത്സരം. കഴിഞ്ഞ കളികളൊക്കെ ന്യൂസിലൻഡിനെതിരെയുള്ള കഴിഞ്ഞ കളികളിലൊക്കെ സഞ്ജുവിൻ്റെ പ്രകടനം നിറം മങ്ങിയതായിരുന്നു. ഇന്ന് ഏതായാലും സഞ്ജുവിൻ്റെ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ടാകുമല്ലോ, അല്ലേ? തീർച്ചയായും ദിലീപ് കുമാർ ഈ പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ ഇല്ലെങ്കിൽ സഞ്ജുവിന്റെ ആരാധകരൊക്കെ തന്നെ കാത്തിരുന്ന ആ നിമിഷമാണ്. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ സഞ്ജു ടീമിൽ ഇടം നേടിയതാണ്, സ്ക്വാഡിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ സഞ്ജുവിന് ഒറ്റ മത്സരത്തിൽ പോലും കളിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ ലോകകപ്പിന് എത്തുമ്പോൾ ഋഷഭ് പന്തൊക്കെ തന്നെ മാറി നിന്നതോടുകൂടി സഞ്ജുവിന്റെ അവസരം ഇതാ എത്തി എന്ന് നമ്മൾ കരുതിയതാണ്. പക്ഷേ ഈ പരമ്പരയ്ക്ക് ലോകകപ്പിന് തൊട്ടു മുമ്പായി നടന്ന ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ സഞ്ജു നിറം മങ്ങിയതോടുകൂടി സഞ്ജുവിന് ലോകകപ്പിനുള്ള ആദ്യ മത്സരത്തിൽ ടീമിൽ ഇടം നേടാനായില്ല. ആ ന്യൂസിലാൻഡിനെതിരെ തകർത്തടിച്ച ഇഷാൻ കിഷൻ ടീമിലേക്ക് എത്തുകൂടി ചെയ്തതോടുകൂടി ഒരിക്കൽ കൂടി സഞ്ജുവിന് ലോകകപ്പ് കാണാൻ പോവൽ മാത്രമാവും, കളിക്കാൻ ഇടം കിട്ടില്ല എന്ന തരത്തിലായിരുന്നു ആരാധകർ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി 2020 ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മ അസുഖബാധിതനാവുകയും അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ കളിക്കാൻ പറ്റാതെ വരികയും ചെയ്തതോടുകൂടിയാണ് സഞ്ജുവിന് ഇപ്പോൾ അവസരം തെളിഞ്ഞിരിക്കുന്നത്. ടോസ് നേടിയ നമീബിയ ബൗളിംഗ് തിരഞ്ഞെടുത്തു. അതോടുകൂടി ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യും. സഞ്ജു ആദ്യം തന്നെ ക്രീസിലെത്തും. ഓപ്പണറായി തന്നെ സഞ്ജു ടീമിലെത്തുമെന്നാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറയുന്നത്. എന്തായാലും ആരാധകർ കാത്തിരുന്ന ആ നിമിഷം വന്നിരിക്കുകയാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വൺ ലാസ്റ്റ് ചാൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ മത്സരത്തിൽ സഞ്ജു തകർത്തടിച്ചാൽ മാത്രമാണ് സഞ്ജുവിന് തുടർന്നുള്ള മത്സരങ്ങളിലേക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ സഞ്ജുവിനെ പരിഗണിക്കണമെന്ന് നാമടക്കമുള്ള മലയാളി ആരാധകർക്ക് അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ആരാധകർക്ക് അങ്ങനെ ഒരു വാദം ഉന്നയിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. എന്തായാലും സഞ്ജു ഈ മത്സരത്തിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സഞ്ജുവിന് കിട്ടിയ സുവർണ അവസരമാണ് ഇത്. സഞ്ജു മുതലാക്കേണ്ടിയിരിക്കുന്നു. ദിലീപ് കുമാർ. തീർച്ചയായും മലയാളികൾക്കൊക്കെ അഭിമാനിക്കാം. സഞ്ജുവിൻ്റെ ലോകത്തെമ്പാടുമുള്ള ആരാധകർക്കും അഭിമാനിക്കാം. സഞ്ജു സാംസൺ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ്. നമീബിയക്കെതിരായ ഇന്ത്യൻ ടീമിൽ സഞ്ജു ഇടം പിടിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ്. നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. റഫീഖ് പറയുന്നു സഞ്ജുവിന് കുറേ ചാൻസ് കിട്ടിയതാണ് എന്ന കാര്യം. അതുപോലെ മറ്റു നിരവധി പ്രേക്ഷകരും. രവികുമാർ പറയുന്നു ഇനിയും സഞ്ജു സാംസൺ കളിച്ചില്ലെങ്കിൽ പിന്നെ ടീമിൽ തന്നെ ഉണ്ടാകില്ല, പിന്നെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ നിലയിൽ സഞ്ജു ഇന്ന് നന്നായി തകർക്കും എന്നാണ് റഫീഖ് പറയുന്നത്. ബഷീർ പറയുന്നു കുറേ ചാൻസ് കിട്ടിയ സഞ്ജുവിന് അത് മുതലാക്കാൻ പറ്റിയില്ല, ഇന്ന് തകർക്കട്ടെ എന്ന്. നിരവധി പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരണം നടത്തുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് മറ്റൊരു വിശേഷത്തിലേക്കാണ്. നഗരഹൃദയത്തിൽ വർഷങ്ങളായി അടഞ്ഞുകിടന്ന മണിമാളിക സ്വന്തമാക്കാൻ തിരുവനന്തപുരത്തെ ഒരു വ്യവസായി നടത്തിയ വഴിവിട്ട നീക്കം. അതാണ് ജവഹർ നഗർ ഭൂമി തട്ടിപ്പ് കേസ്. പണവും സ്വാധീനവും ഉപയോഗിച്ച് സർക്കാർ സംവിധാനങ്ങളെ വിലക്കെടുത്തു. ആൾമാറാട്ടത്തിലൂടെയും വ്യാജരേഖകളിലൂടെയും മോഹവിലയുള്ള വീടും വസ്തുവും തട്ടിയെടുത്തു. ആ ഗൂഢാലോചനയുടെ ഉള്ളറകളിലേക്കാണിനി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB തയ്യാറാക്കിയ റിപ്പോർട്ട്. തട്ടിപ്പിന്റെ തലസ്ഥാന വാർത്ത.
കാലങ്ങളായി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോറ എന്ന സ്ത്രീ. അവരുടെ പേരിൽ ഇന്നും തിരുവനന്തപുരം ജവഹർ നഗറിലുള്ള 14.5 സെന്റ് സ്ഥലവും 6000 ചതുരശ്ര അടി വിസ്തീർണവും 10 മുറികളുമുള്ള ഒരു വീട്. ഈ വീടിന്ന് മറ്റു പലരുടെയും കയ്യിലാണ്. വ്യാജരേഖകളും ആൾമാറാട്ടം നടത്തി ചിലർ ചേർന്ന് ഈ വീട് സ്വന്തമാക്കി. സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പലരും ഇന്ന് പോലീസിന്റെ പിടിയിലാണ്. ഡോറയുടെ ഉടമസ്ഥതയിലുള്ള ജോർജിയ വില്ല എന്ന വീടിന്റെ ബോർഡാണിത്. പെട്ടെന്നൊരു ദിവസം ഈ ബോർഡ് തന്നെ അപ്രത്യക്ഷമായി. തൊട്ടുമുകളിലായി ശിവകൃപ എന്ന പേരിൽ പുതിയൊരു ബോർഡ് വന്നു. എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ല. അവർ ഈ വിവരം കെയർടേക്കറെ അറിയിക്കുന്നു. കെയർടേക്കർ അമേരിക്കയിലുള്ള ഡോറയെ തന്നെ ഈ വിവരം അറിയിക്കുന്നു. ഡോറ ഉടൻ തന്നെ DGPയുമായി ഫോണിൽ സംസാരിക്കുന്നു. അങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ കഥ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം UK-ലോ അമേരിക്കയിലോ കണ്ട് വർക്ക് ചെയ്യുമായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. പിന്നീട് അദ്ദേഹം കാര്യവട്ടത്ത് ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു. പിന്നീട് അദ്ദേഹം കുറച്ച് നാൾ ഇവിടെ ജീവിച്ചു. അദ്ദേഹം മരിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യയും മരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട്, അവർ അമേരിക്കയിലാണ്. അപ്പോൾ അവർക്ക് ഇവിടുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ അതുകൊണ്ട് ഈ വീടുമായിട്ട് നെയ്ബേഴ്സിനൊന്നും ഒരു പ്രത്യേക ഒരു കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. ആകപ്പാട് അവിടെ നടന്നൊരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് അവിടെ ആരും ഇങ്ങനെ ഈ ഒരു ഇത് വെച്ച് അവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും ഇവിടെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും നടത്തുന്നതായിരിക്കുമെന്ന് വിശ്വസിച്ചു. പതിറ്റാണ്ടുകളായി ആൾതാമസമില്ലാതെ കിടന്ന വീട് സ്വന്തമാക്കുകയായിരുന്നു വ്യവസായി അനിൽ തമ്പിയുടെ ലക്ഷ്യം. ഉടമ വിദേശത്ത് സ്ഥിരം താമസമായതിനാൽ ഒരിക്കലും തട്ടിപ്പ് പുറത്തറിയില്ല എന്ന അമിത ആത്മവിശ്വാസമാണ് അനിൽ തമ്പിയെയും കൂട്ടാളികളെയും കുടുക്കിയത്. ആൾമാറാട്ടത്തിലൂടെയും വ്യാജരേഖയുണ്ടാക്കിയുമാണ് കോൺഗ്രസ് നേതാവും വെണ്ടറുമായ മണികണ്ഠൻ അനിൽ തമ്പിക്ക് സ്ഥലവും വീടും കൈവശപ്പെടുത്തി കൊടുത്തത്. ഇതിന് 2 കോടി രൂപ മണികണ്ഠന്റെയും 1 കോടി രൂപ ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് കൈമാറിയതായാണ് കണ്ടെത്തൽ. മുൻകൂറായി 40 ലക്ഷം രൂപയും കൈപ്പറ്റി. ഇതുപയോഗിച്ച് മണികണ്ഠൻ കടങ്ങൾ വീട്ടുകയും പുതിയ വീടിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഭൂമി തട്ടിപ്പിന് ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന് കണ്ടെത്തലിനെ തുടർന്നാണ് ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ലക്ഷ്മിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രതിഫലമായി 10 ലക്ഷം രൂപയും 10 മൊബൈൽ ഫോണും വാങ്ങിയതായും കണ്ടെത്തി. ഇവരുടെ ഫോൺ കോളുകളും ടവർ ലൊക്കേഷൻ വിവരങ്ങളും തെളിവായി അന്വേഷണ സംഘം ശേഖരിച്ചു. ഭരണപക്ഷ പാർട്ടിയുടെ അനുയായിയായ ലക്ഷ്മിയുടെ ഭർത്താവിന്റെ സ്വാധീനം കൊണ്ടാണ് അറസ്റ്റ് ഇത്രയും വൈകിപ്പിച്ചത് എന്നും ആക്ഷേപമുണ്ട്. വ്യാജ പ്രമാണത്തിൽ ഒപ്പിട്ടവരിൽ അനിൽ തമ്പി ഒഴികെ മറ്റു 3 പേരും ആൾമാറാട്ടം നടത്തിയവരാണ്. ഡോറയായി ആൾമാറാട്ടം നടത്തിയ വട്ടപ്പാറ സ്വദേശി വസന്ത, ഡോറയുടെ ചെറുമകൾ എന്ന പേരിൽ രജിസ്ട്രാർ ഓഫീസിൽ ഹാജരായ പുന്നൂർ സ്വദേശി മെറിൻ ജേക്കബ്, ആൾമാറാട്ടത്തിന് സഹായിച്ച സുനിൽ, വെണ്ടർ മണികണ്ഠൻ, അനുജൻ മഹേഷ്, സെയ്മാലി എന്നിവരടക്കം 8 പേർ ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. നഗരഹൃദയത്തിലെ ഒരു പഴയ മണിമാളിക. ആഗ്രഹിച്ച സ്ഥലവും വീടും നേരായ രീതിയിൽ സ്വന്തമാക്കാൻ സാധിക്കാതെ വന്നതോടെ ഒരു വ്യവസായിക്ക് തോന്നിയ അതിബുദ്ധി. അതാണ് ജവഹർ നഗർ ഭൂമി തട്ടിപ്പ് കേസ്. വ്യാജരേഖ ചമയ്ക്കലും ആൾമാറാട്ടവും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുമോ എന്ന് ചിന്തിക്കുന്നവർ ഈ കേസ് ഒന്ന് കാണണം. പണവും സ്വാധീനവും ഉപയോഗിച്ച സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന രീതി അത് ഈ കേസിൽ വ്യക്തമാണ്. സിറലിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മോഷണം മുതൽ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും അത് കണ്ടെടുക്കാൻ കഴിയാത്ത ഗതികേടിലാണ് നിലമ്പൂർ പോലീസ്. മുക്കട്ട സ്വദേശി സമീന മോഷ്ടിച്ച സ്വർണമാല വയറ്റിലാക്കി. പിടിയിലായ സമീനയ്ക്ക് വയറിളക്കാനുള്ള മരുന്നും നൽകി പോലീസ് കാത്തിരിക്കുകയാണ്. പ്രതിയെ 6 ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയാണ് പോലീസ് തൊണ്ടിമുതലിനായി കാത്തിരിക്കുന്നത്. ഗോകുൽ K. വേണുഗോപാൽ പറയും അതേക്കുറിച്ച്. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ രംഗങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെയും കഥ. സ്വർണ്ണമാല മോഷ്ടിക്കുന്നു, പിടിക്കപ്പെടുമെന്നായപ്പോൾ മാല വിഴുങ്ങുന്നു, പിന്നീട് പോലീസ് കാവൽ ആരംഭിക്കുന്നു. പശ്ചാത്തലം നിലമ്പൂരിലെ ഒരു സ്വകാര്യ ആശുപത്രി ക്ലിനിക്. തിങ്കളാഴ്ച രാത്രി 10ഓടെയാണ് സംഭവം. നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിലെ ശിശുരോഗ വിദഗ്ധൻ്റെ ക്ലിനിക്കിലെത്തിയ മമ്പാട് സ്വദേശികളുടെ 3 വയസ്സുകാരി മകളുടെ അരപ്പവനോളം വരുന്ന മാലയാണ് മോഷണം പോയത്. ചികിത്സയ്ക്കായി ഊഴം കാത്തു നിൽക്കുന്നതിനിടെ കുട്ടിയെ കളിപ്പിച്ചും കൊഞ്ചിച്ചുമിരുന്ന സമീന മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. പിടിക്കപ്പെടുമെന്നായപ്പോൾ വിഴുങ്ങി. സംശയം തോന്നിയ നാട്ടുകാരാണ് യുവതിയെ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിച്ചത്. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും യുവതി കുറ്റം നിഷേധിച്ചു. നമ്മൾ ഏകദേശം കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 4:30 ജലാലുദ്ദീൻ ഡോക്ടർ അവിടെ എത്തിയിരുന്നു. ഈ സ്ത്രീ ഒരു 6 മണി 6:30 ശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നതും. അങ്ങനെ ഇവർ പെട്ടെന്ന് നമ്മുടെ മോളെ എടുത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന മോളെ
എടുത്തുകൊണ്ട് ഇവരാണ് ഓടിയതാണ്. ഓടിങ്ങാണ്ട് നമ്മൾ പെട്ടെന്ന് പിന്നാലെ ഓടി ചെന്നപ്പോഴത്തേന് ഇവർ മാല എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവരാണ് ഇറങ്ങിപ്പോയി. നമ്മൾ പിടിച്ചുവെച്ച് ചെക്ക് ചെയ്തിട്ടൊന്നും കാണാനില്ലായിരുന്നു. അങ്ങനെ പോലീസുകാർ വന്ന് എക്സ്റേ എടുത്തിട്ടാണ് ഇവർ വീങ്ങിയത് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവരെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഇത് എക്സ്റേ എടുത്ത് കണ്ടിട്ട് ഇവർ പറയണത് നമ്മുടെ കുട്ടിയുടെ മാലയല്ല, അവർക്ക് ടെൻഷൻ വരുമ്പോഴൊക്കെ അവരെ കുട്ടിയുടെ മാലയും മുത്തൊക്കെ ഇങ്ങനെ വീങ്ങാറുണ്ടെന്നാണ് ഇവർ പറയണത്. എന്നാൽ പോലീസ് വിട്ടില്ല. എങ്കിൽ പിന്നെ എക്സ്റേ എടുക്കാമെന്നായി പോലീസ്. ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വയറ്റിൽ ആഭരണം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഏതായാലും പിന്നെ നമ്മൾ FIR ഫയൽ ചെയ്താൽ ഇവർ സത്യം നമ്മോട് തുറന്നു പറഞ്ഞു, അവരെടുത്തിട്ടുണ്ട്, വീങ്ങിയിട്ടുണ്ടെന്ന്. അവർ അതെങ്ങനെയെങ്കിലും എടുത്ത് തരുമെന്ന് വാക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളെടുത്ത് ഒത്തുതീർപ്പാക്കാൻ ഇവരുടെ മോൻ വന്നിരുന്നു. അവർ പൈസ തരാം, എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സമ്മതിച്ചിട്ടില്ല. കാരണം അവർ പൈസ ഇല്ലാത്തൊരു ടീമാണ്, നമുക്കത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. മാല പുറത്തെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായി വയറിളക്കാൻ എനിമ നൽകി. പക്ഷേ മാല മാത്രം പുറത്തു വന്നില്ല. അതോടെ സനീമയെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിലും വാങ്ങി. 3-ാം ദിവസത്തിലേക്ക് കടന്ന കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. 2 വനിതാ CPOമാർ ഉൾപ്പെടെയുള്ളവരാണ് പ്രത്യേകം തയ്യാറാക്കിയ മുറിയിൽ യുവതിക്ക് കാവലിരിക്കുന്നത്. പൊതുജനം കഴുതയല്ല സാർ. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. കൊച്ചി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. തമ്മനം പമ്പ് ഹൗസിലെ ടാങ്ക് തകർന്നതിനെ തുടർന്നാണ് ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. ശാശ്വത പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് ജനങ്ങൾ. കാണാം ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കുടിവെള്ളമില്ലാതെ കൊച്ചി. വേനലും ചൂടും കടുത്തതോടെ കുടിവെള്ളമില്ലാതെ പ്രതിസന്ധിയിലാണ് കൊച്ചി നഗരം. ജലക്ഷാമം എല്ലാ വർഷവും ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ ദുരിതം ഇരട്ടിയാണ്. തമ്മനത്തെ തകർന്ന ടാങ്കിന് പകരം ശാശ്വത പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രശ്നം. കഴിഞ്ഞ നവംബറിലാണ് എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന തമ്മനത്തെ വാട്ടർ ടാങ്കിന്റെ പ്രധാനപ്പെട്ട ചേംബറുകളിലൊന്ന് തകർന്നത്. സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. വെള്ളം വിതരണം ചെയ്യുന്നതിന് താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നെങ്കിലും പരിഹാരമായിട്ടില്ല എന്ന പരാതിയിലാണ് ആളുകൾ. തമ്മനത്തെ ടാങ്കിൽ നിന്നും വെള്ളം എത്തിയിരുന്ന വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. വടുതല, പച്ചാളം, പേരണ്ടൂർ, ചിറ്റൂർ, പൂണിത്തുറ പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ലാതെ ആളുകൾ ദുരിതത്തിലാണ്. ഇലക്ഷന്റെ സമയത്ത് കുറച്ചൊക്കെ വെള്ളം വരും, കുറച്ച് വന്നായിരുന്നു. പക്ഷെ ഇപ്പം അതും ഇല്ലാണ്ടേ, ഇലക്ഷൻ കഴിഞ്ഞോട് കൂടിയിട്ട് അതും ഇല്ലാണ്ടേ. കലൂർ സ്റ്റേഡിയത്തിന് സമീപമുള്ള ഓവർഹെഡ് ടാങ്കിൽ ജലം സംഭരിച്ച് വിതരണം ചെയ്യുകയും ടാങ്കറിൽ വെള്ളം എത്തുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും പൈപ്പ് ലൈനുകളുടെ അവസാനത്തേക്ക് വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ് പരാതി. വിഷയമുന്നയിച്ച് നാട്ടുകാർ വാട്ടർ അതോറിറ്റിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ നവംബറോടുകൂടി തമ്മനത്ത് ടാങ്ക് തകർന്നതോടുകൂടി ഒട്ടും വെള്ളം കിട്ടാത്ത രീതിയിലേക്കായി, കൂടുതൽ രൂക്ഷമായി. ശരിക്കൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതാണ്. വിഷയത്തിൽ TJ വിനോദ് MLAയുടെ ആവശ്യപ്രകാരം മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ആലുവയിൽ നിന്ന് കൂടുതൽ വെള്ളം പമ്പ് ചെയ്യുക, തമ്മനത്തെ ടാങ്ക് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, ടാങ്കറിൽ വെള്ളം എത്തിക്കുക എന്നിങ്ങനെയുള്ള താൽക്കാലിക പരിഹാരത്തിന് പുറമെ ഇന്നത്തെ യോഗത്തിലും പുതിയ തീരുമാനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പരിഹാര മാർഗങ്ങൾ എത്ര കണ്ട് കൊച്ചിയുടെ ദാഹം അകറ്റുമെന്നതിലാണ് ആശങ്ക. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് വാർത്തകളും വിശേഷങ്ങളും അറിയിക്കാവുന്നതാണ്. പൊതുജനം കഴുതയല്ല സാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.